Dear students, welcome to Lana's World. In this video, I'm going to talk about a short story, The World Renowned Nose by Waiqa Muhammad Bashir, FIUGP AEC English, English Language Skill for Humanities and other BA program, first semester at Calcutta University. Waiqa Muhammad Bashir was a prominent Indian writer known for his contribution to Malayalam literature. He was a believer in Mahatma Gandhi and was influenced by his ideologies of Satyagraha and Ahimsa. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പ്രോമിനൻറ്റ് ഇന്ത്യൻ റൈറ്ററാണ്. അദ്ദേഹം മലയാളം ലിറ്ററേച്ചറിൽ, അതായത് മലയാള സാഹിത്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. ഹി വാസ് എ ബിലീവർ ഇൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ബിലീവറായിരുന്നു. മഹാത്മാഗാന്ധിയെ വളരെയധികം വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ആയിട്ടുള്ള സത്യാഗ്രഹ, അഹിംസ, ഇതൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇൻ 1982 ഹി വാസ് ഓണേർഡ് വിത്ത് ദ ഡിസ്റ്റിങ്വിഷ്ഡ് ഫെലോഷിപ്പ് ബൈ ദ കേരള സാഹിത്യ അക്കാദമി. 1982 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. Then about the world renowned nose. It is a short story published in 1954. Original title വിശ്വവിഖ്യാത മൂക്ക്. Taken from the collection Poovan Banana and Other Stories, translated by V. Abdullah. The World Renowned Nose എന്നതിൻ്റെ മലയാളം ടൈറ്റിലാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. 1954 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള പൂവൻ ബനാന ആൻഡ് അതർ സ്റ്റോറീസ്, ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ വേൾഡ് റിനോൺഡ് നോസ് എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ വി അബ്ദുള്ള. ദെൻ സമ്മറി ഓഫ് വേൾഡ് റിനോൺഡ് നോസ്, വിശ്വവിഖ്യാതമായ മൂക്ക്. The story is about an idiotic cook who finds himself a growing nose. അപ്പോൾ ഇതൊരു കുക്കാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്, പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. അയാളുടെ മൂക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദ നോസ് ഗ്രോസ് എക്സെപ്ഷനലി ലാർജ് ആൻഡ് ഇവോക്ക് വേരിയഡ് ഫീലിങ്സ്. അപ്പോൾ ഈ മൂക്ക് അസാധാരണമായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്, വലുതായി വരികയാണ്. അതുപോലെ അയാളിൽ ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ദ ഗ്രോയിങ് നോസ് കോസ് ദ കുക്ക് ഹിസ് ജോബ് ബട്ട് ദ കോൺട്രവേഴ്ഷ്യൽ ഓർഗൻ ബ്രിങ്സ് ഹിം ഫെയിം ആൻഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു ഗ്രോയിങ് നോസ്, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന നീണ്ടുപോകുന്ന ഈ ഒരു നോസ്, നോസും കാരണം അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഓർഗനാണ്, പക്ഷേ ഇത് അദ്ദേഹത്തിന് ഫെയിം, സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ കൊണ്ടുവന്നു. One day, a group of tourists visit the village and they are fascinated by his nose. ഒരിക്കലും എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഈ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വന്നു. അവർ ഈ ഒരു കുക്കിൻ്റെ മൂക്ക് കണ്ടിട്ട് വളരെയധികം ഫാസിനേറ്റഡ് ആയി. ദേ ടേക്ക് ഹിസ് പിക്ചേഴ്സ് ആൻഡ് സോൺ ഹിസ് നോസ് ബിക്കം ഫേമസ് വേൾഡ് വൈഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ മൂക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ലോകത്തുടനീളം ഈ ഒരു മൂക്ക് ഫേമസ് ആയിട്ട് മാറി. പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ ഗ്ലോബ് കം ടു വിസിറ്റ് ഹിം ആൻഡ് ഹി ബിക്കംസ് എ സെലിബ്രിറ്റി. ലോകത്തിൽ നാനാഭാഗത്തുള്ള ആളുകൾ വന്നിട്ട് മൂക്ക് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറി. ഹിസ് ഇൻകം ഗ്രൂ ഡേ ബൈ ഡേ ആൻഡ് ഹി ബിക്കെയിം മില്യനർ ഇൻ 6 years. അദ്ദേഹത്തിൻ്റെ ഇൻകം കൂടാൻ തുടങ്ങി. അതായത് ഈ മൂക്ക് കാണാൻ വരുന്നവർക്ക് ഒരു ചാർജ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം റിച്ച് ആവാൻ തുടങ്ങി. 6 yearsൻ്റെ ഉള്ളിൽ അദ്ദേഹം മില്യനറായി എന്നാണ് പറയുന്നത്. പോൾസ് റോട്ട് epic poems about him. Whenever something important happened, the newspaper published his comments. പോയറ്റ്സ് ഒക്കെ എന്ത് ചെയ്തു, കവികൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എപ്പിക് പോംസ് എഴുതാൻ തുടങ്ങി. അതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇയാളുടെ കമൻറ്റ്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് കമൻറ്റിങ് അബൌട്ട് എവറിത്തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ എന്ത് നടക്കുന്നോ അതിനെക്കുറിച്ചിട്ടൊക്കെ കമൻറ്റ് ചെയ്യാൻ, അഭിപ്രായം പറയാൻ തുടങ്ങി. ദ ഗവൺമെൻറ് അവാർഡഡ് ഹിം ദ ടൈറ്റിൽ ചീഫ് അമംഗ് ദ ലോങ് നോസ്ഡ് വൺസ്. അപ്പോൾ ഗവൺമെൻറ് അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകി. ഈ ഒരു ടൈറ്റിലാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അവാർഡ്. ചീഫ് എമംഗ് ദ ലോങ് നോസ്ഡ് വൺ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് വാണ്ടഡ് ഹിം ടു ജോയിൻ ദെയർ പാർട്ടീസ്. അപ്പോൾ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പാർട്ടികളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടു. ഹി അപ്പോയിൻറ്റഡ് 2 beautiful secretaries for himself, but one of them took revenge on him as he refused to join her party. അങ്ങനെ അദ്ദേഹം വളരെയധികം ഫേമസ് ആയി, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വന്നു, വളരെയധികം ഒരു 6 yearsൻ്റെ ഉള്ളിൽ തന്നെ ഒരു മില്യണറായി.
അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 2 ബ്യൂട്ടിഫുൾ സെക്രട്ടറീസിനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാൾ അദ്ദേഹത്തിനോട് റിവെഞ്ച് ചെയ്തു. അതായത് അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് പാർട്ടീസിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ആ ഒരു പാർട്ടിയിൽ ചേരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അത് നിരസിക്കുകയാണ് ഈ ഒരു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് റിവെഞ്ച് എന്നുള്ള തരത്തിൽ ഷീ ക്ലെയിം ദാറ്റ് ഹിസ് നോസ് ഇസ് മെയ്ഡ് ഓഫ് റബ്ബർ. അവർ ക്ലെയിം ചെയ്തു ഇയാളുടെ മൂക്ക് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒറിജിനലല്ല എന്ന് പറഞ്ഞ്. എ ബിഗ് കോൺട്രവേഴ്സി ഫോളോഡ്. ദ പീപ്പിൾ ബ്ലെയിം ദ ഗവൺമെൻറ് ആൻഡ് ദ പ്രസിഡൻറ്റ്. അങ്ങനെ ഒരു വലിയ കോൺട്രവേഴ്സി അവിടെ നടന്നു. ആളുകളൊക്കെ ഗവൺമെൻറ്റിനെയും പ്രസിഡൻറ്റിനെയും ഒക്കെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി, കുറ്റപ്പെടുത്തി. ദ പൊളിറ്റിക്കൽ പാർട്ടി ഡിമാൻഡഡ് ദാറ്റ് മിനിസ്ട്രി മസ്റ്റ് റിസൈൻ. മന്ത്രി രാജിവെക്കണമെന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഡിമാൻഡ് ചെയ്തു. ഹി ഗോട്ട് അറസ്റ്റഡ്. അങ്ങനെ ഈ ഒരു കുക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദ പീപ്പിൾ വേർ സ്റ്റിൽ നോട്ട് ഹാപ്പി. ദേ ബേൺ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രോയിഡ് ഗവൺമെൻറ് ബിൽഡിങ്സ്. ആളുകൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അവർ പോലീസ് സ്റ്റേഷൻ ബേൺ ചെയ്തു, അതുപോലെ ഗവൺമെൻറ് ബിൽഡിങ്സൊക്കെ അവർ നശിപ്പിച്ചു. ദ പ്രസിഡൻറ്റ് ഇൻവൈറ്റഡ് എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ഫ്രോം 48 കൺട്രീസ് ടു ദ പ്രസിഡൻഷ്യൽ പാലസ്. അങ്ങനെ പ്രസിഡൻറ്റ് എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. 48 കൺട്രീസിൽ നിന്ന് പ്രസിഡൻഷ്യൽ പാലസിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തത്. ദേ സറൗണ്ടഡ് ദ ലോങ് നോസ്ഡ് വൺ. അതായത് ഈ ഒരു മൂക്കിൻ്റെ ഒതൻറ്റിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് റിയൽ ആണോ അതോ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദേ സറൗണ്ടഡ് ദ ലോങ് നോസ്ഡ് വൺസ്. അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു, ഈ മൂക്കിൻ്റെ അടുത്ത് ചുറ്റും കൂടി നിന്നു. വൺ ഓഫ് ദ ഡോക്ടേഴ്സ് ടുക്ക് എ നീഡിൽ ആൻഡ് പങ്ക്ചേർഡ് ദ ടിപ്പ് ഓഫ് ഹിസ് നോസ്. അതിലൊരു ഡോക്ടർ എന്ത് ചെയ്തു, ഒരു സൂചി എടുത്തിട്ട് ഈ മൂക്കിൻ്റെ അറ്റത്ത് ഒരു കുത്തുകുത്തി. എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അപ്പിയേർഡ്. ദസ് ദ കോൺട്രവേഴ്സി വാസ് സെറ്റിൽഡ്. അങ്ങനെ കുറച്ച് ബ്ലഡ് അതിൽ നിന്ന് വന്നു. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം അതിനെല്ലാം ഒരു പരിഹാരമായി. ദേ അനൗൺസ് ദാറ്റ് ദ ലോങ് നോസ് വാസ് റിയൽ ആൻഡ് നോട്ട് മെയ്ഡ് ഓഫ് റബ്ബർ. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു ഈ ലോങ് നോസ് എന്ന് പറയുന്നത് റിയൽ ആണ്, റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നുള്ളത്. നൗ ദ പീപ്പിൾ വെർ ഹാപ്പി. ഇപ്പോൾ ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. പീപ്പിൾ ഷൗട്ടഡ് സ്ലോഗൻസ് പ്രൈസിങ് ഹിം ആൻഡ് ഹിസ് പാർട്ടി. അപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്തുകൊണ്ട് സ്ലോഗൻസൊക്കെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയൊക്കെ പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ദ പ്രസിഡൻറ്റ് നോമിനേറ്റഡ് ദ ലോങ് നോസ്ഡ് വൺ ആസ് എ മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ്. അങ്ങനെ പ്രസിഡൻറ്റ് ഈ ലോങ് നോസ്ഡ് ആയിട്ടുള്ള ആളെ, നീണ്ട മൂക്കുള്ള ആളെ നോമിനേറ്റ് ചെയ്തു പാർലമെൻറ്റിലെ ഒരു മെമ്പറായിട്ട്. ദ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോംഡ് എ യുണൈറ്റഡ് ഫ്രണ്ട് ടു പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ദിസ്. ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദ കോൺട്രവേഴ്സീസ് ഓവർ ദ സില്ലി ലോങ് നോസ് കണ്ടിന്യൂഡ് ഫോർ എവർ. അങ്ങനെ ഈ ഒരു കോൺട്രവേഴ്സീസ് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു സില്ലി ആയിട്ടുള്ള ലോങ് നോസ്, അതായിരുന്നു അവരുടെ പ്രോബ്ലം. ഇതിന് എതിരെയുള്ള കോൺട്രവേഴ്സീസ് കണ്ടിന്യൂഡ് ആയി എന്നാണ് പറയുന്നത്.